വന്നു വന്ന് രണ്ടിനും ഒട്ടും ബോധമില്ലാതായോ? നടറോഡിലാണോ സ്നേഹപ്രകടനം? ദേവു അത് ചോദിച്ചതും അഭി അവളെ വിട്ടു. എന്നാ ശരി ദുർഗ, ഞാൻ പോട്ടെ. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെയും ഞാൻ നിനക്ക് അന്യായി മാറിയോ? ദേവു പ്ലീസ്, നീയും കൂടെ എന്നെ കുത്തി നോവിക്കല്ലേ. ഞാൻ നിന്നിൽ നിന്നൊരു കാര്യം മറക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷേ ഇപ്പൊ എന്നോട് അതേക്കുറിച്ച് ഒന്നും ചോദിക്കല്ലേ. സമയമാവുമ്പോ ഞാൻ തന്നെ എല്ലാം പറയാം. അവളിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലും കൂടെ ആ സമയത്ത് താങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദുർഗ ഒന്നും പറഞ്ഞില്ല. പിന്നെ ദേവു ഒന്നും ചോദിക്കാൻ നിന്നില്ല. അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് പോയി. ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല രാമ. ഇന്നിതാ ഇപ്പോഴും അവൻ അവളെ കണ്ടിട്ടാ വരുന്നേ. കണ്ടിട്ടല്ല, ഞാൻ പോയപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്, ഒരു ഉളുപ്പും ഇല്ലാതെ. ഷേ, ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനമാക്കണം. അഭി ദുർഗയെ കാണാൻ പോയപ്പോ ദേവദത്തനും അവന് പിറകെ പോയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചത് കണ്ട് ദേഷ്യത്തോടെ വന്ന അയാൾ നേരെ രാമാനന്ദനെ വിളിച്ചു പറഞ്ഞു, നീ എന്താ ദുർഗ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ? നാളെയല്ലേ പോവാനുള്ളത്, സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? ഞാൻ എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി പോയി നിന്റെ ബാഗിലേക്ക് ആക്കി വെച്ചോളൂ അതെല്ലാം. കട്ടിലിന്റെ കാലിൽ കൈയും വെച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ദുർഗയോട് ദേവു പറഞ്ഞു, മക്കളെ ദാ ഇതും കൂടെ അതിലേക്ക് വെച്ചേക്ക് കേട്ടോ. സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം അടങ്ങുന്ന ഒരു വലിയ പൊതി അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് സുന്ദരൻ പറഞ്ഞു, എന്റെ അച്ഛാ, ഞങ്ങൾ ലീവ് ഉള്ളപ്പോഴൊക്കെ ഇങ്ങോട്ട് വരില്ലേ? എന്തിനാ വെറുതെ കുറെ പൈസ മുടക്കി ഇത്രയും സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നേ? എന്റെ മക്കൾക്ക് ഒന്നിനൊരു കുറവുണ്ടാകരുത്. ഞാൻ ഈ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരെ തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ, നിങ്ങളുടെ അമ്മക്ക് നല്ലൊരു ജീവിതം നൽകാൻ. പിന്നെ എത്ര ഉയരങ്ങളിലെത്തിയാലും വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത്. ദേവദത്തൻ സാറിന്റെയും അഭിമോന്റെയും മുഖം എപ്പോഴും മനസ്സിൽ വേണം. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു വിജയം ഉണ്ടാവുമായിരുന്നില്ല. അച്ഛന്റെ വാക്കുകൾ കേൾക്കും തോറും ദുർഗയുടെ മനസ്സിൽ കുറ്റബോധത്തിന് വേരുകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. അച്ഛന്റെ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല അച്ഛാ. നിനക്ക് എന്താ മോളെ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ദുർഗയുടെ വാടിയ മുഖം കണ്ട് അയാൾ ചോദിച്ചു. അവൾക്ക് നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിന്റെ സങ്കടമായിരിക്കും. നീയാണിങ്ങനെ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ. ഇവൾക്ക് സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിന്നെപ്പോലെ ഒന്നും പുറത്തു കാണിക്കുന്ന ശീലം പണ്ട് മുതലേ ഇല്ലല്ലോ. എന്തു പറ്റി അച്ഛന്റെ പൊന്നിന്? സുന്ദരൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ, കാരണം അറിയാത്തൊരു സങ്കടം. ഇപ്പൊ അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും ഉള്ളിൽ കയറ്റണ്ട. പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കും രണ്ടുപേരും. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി കൊണ്ടു ചെല്ലാൻ പറഞ്ഞിരുന്നില്ല അവിടുന്ന്? അത് എടുത്തിട്ടില്ലല്ലോ നമ്മള്. നാളെ എടുക്കാന്ന് വിചാരിച്ചാ എന്തായാലും നടക്കില്ല. രാവിലെ നേരത്തെ പോവാനുള്ളതല്ലേ. അയ്യോ, ഞാനിതിനിടയ്ക്ക് അത് മറന്നിരുന്നു. നീ ഒരു കാര്യം ചെയ്യേ, ബാഗൊക്കെ റെഡിയാക്കി വെച്ചോ, ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. ഞാൻ കൂടെ വരണോ മോളെ? വേണ്ട അച്ഛാ, കഫേ ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. നീ ആ ഡ്രസ്സ് ഇവിടെ അഴിച്ചു വെച്ചേ, അത് കൊണ്ടുപോകാൻ വേണമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ അലക്കിയാലേ നാളെ രാവിലെ ആവുമ്പോഴേക്കും ഉണങ്ങുള്ളൂ കേട്ടോ. ലത പറഞ്ഞത് കേട്ട് ദേവു അകത്തേക്ക് പോയി അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് കട്ടിലിൽ അഴിച്ചു വെച്ചു. ഷെൽഫിൽ നിന്നും ഒരു ചുരിദാർ എടുത്തിട്ട് പുറത്തേക്ക് പോയി. ദേവു മുറിയിലേക്ക് വന്ന് സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നതിനിടയിൽ കട്ടിലിൽ ദുർഗ അഴിച്ചു വെച്ച ടോപ്പും പാൻസും കണ്ടപ്പോൾ അവൾക്ക് അത് ഇട്ടു നോക്കാൻ ഒരു ആഗ്രഹം തോന്നി. ദേവു ഇതുവരെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അത് മാറ്റി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് പുറത്തു വന്നൊരു ശബ്ദം കേട്ടത്. അവൾ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ഒരു കാറിൽ നിന്നും കുറെ ഗുണ്ടകൾ ഇറങ്ങി അച്ഛനെ പിടിച്ചു ബന്ധിക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ പെട്ടെന്ന് മുറിയുടെ കതക് പോയി തുറന്നതും ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന ഒരാൾ അവളുടെ വയറിൽ കത്തിയമർത്തിയതും ഒരുമിച്ചായിരുന്നു. വേദനയിൽ അവൾ കിടന്ന് പിടഞ്ഞു. വയറിൽ കൈപിടിച്ച് പുറകിലേക്ക് നീങ്ങിയതും ദേവു ചുമരിൽ തട്ടി താഴെ വീണു. അമ്മയെന്ന് ഉറക്കെ വിളിച്ചെങ്കിലും വേദന കാരണം അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. മോളെ! ഇത് കണ്ടുവന്ന ലത അവിടെ നിന്നും അലറി. വീണ്ടും ദേവുവിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി അയാളെ ലത പിടിച്ചു തള്ളി. ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്?
അപ്പോഴാണ് പുറത്തു നിന്നും വേറെ 3 പേര് സുന്ദരനെയും കൊണ്ട് ഉള്ളിലേക്ക് വന്നത്. എല്ലാവരുടെയും മുഖത്ത് മുഖംമൂടി ഉണ്ടായിരുന്നു. അവർ ലതയെയും പിടിച്ചു വെച്ചു. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ആരാ നിങ്ങളൊക്കെ? സുന്ദരൻ അവരുടെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് പുറത്തു നിന്നും ദേവദത്തനും രാമാനന്ദനും അകത്തേക്ക് വന്നത്. എന്താ സുന്ദര, ഞങ്ങളെയൊന്നും നിനക്ക് അറിയില്ലേ? എന്റെ കുഞ്ഞിനൊന്നും ചെയ്യലെന്ന് പറയൂ സർ. അയാൾ അവർക്ക് മുന്നിൽ കെഞ്ചി. മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ പലതും കാണേണ്ടി വരും. നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത്? ഈശ്വര, എന്റെ മോള്, എന്റെ വീട്. ദേവു ജീവന് വേണ്ടി പിടയുന്നത് കണ്ടു നിൽക്കാനാവാതെ ആച്ചിൽ കിടന്ന് അലറി. പന്ന പുന്നാര മോൾക്ക് പ്രണയിക്കാൻ എന്റെ മകനെ കിട്ടിയുള്ളൂ. അതും പറഞ്ഞ് താഴെ കിടക്കുന്ന ദേവുവിന് നേരെ നടന്നടുക്കുന്ന ദേവദത്തന് മുന്നിൽ അയാളുടെ ഗുണ്ട ദേവുവിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അവളുടെ വയറ്റിലമർത്തിയ കത്തി വലിച്ചൂരി ദേവദത്തൻ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരുന്നു. എന്തിനാണ് തന്റെ ജീവൻ നഷ്ടമാവുന്നത് എന്ന് പോലും അറിയാതെ ആ പാവം വേദനയാൽ ആർത്ത് കരഞ്ഞു. നിമിഷങ്ങൾക്കകം തന്നെ ആ ശരീരത്തിൽ നിന്ന് ജീവൻ പൂർണ്ണമായും നഷ്ടമായിരുന്നു. അവസാന പിടിച്ചിലും അവസാനിപ്പിച്ച് അവൾ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. തങ്ങളുടെ കൺമുന്നിൽ വെച്ച് സ്വന്തം മോളുടെ ജീവൻ ഇല്ലാതാവുന്നത് കാണേണ്ടി വന്ന ആ അച്ഛനും അമ്മയും ഹൃദയം കൊണ്ട് അപ്പോൾ തന്നെ മരിച്ചിരുന്നു. ലതയ്ക്ക് ആ സമയം നെഞ്ചിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവർ വേദനയാൽ അപ്പോൾ തന്നെ അവരുടെ ബോധം മറഞ്ഞു വീണു. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിൽ അവരുടെ ജീവനും നഷ്ടമായി. അണ്ണാ, ഈ സ്ത്രീക്ക് ശ്വാസമില്ല. കൂട്ടത്തിൽ ഒരാൾ ലതയുടെ മൂക്കിന്റെ അവിടെ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എടാ, നീ എന്റെ മോളെ? സുന്ദരൻ സർവബലവും പ്രയോഗിച്ച് അവരിൽ നിന്നും കുതറി മാറിക്കൊണ്ട് അവരുടെ അരയിലെ കത്തിയെടുത്ത് ദേവദത്തിന് നേരെ പാഞ്ഞെടുത്തു. ആ കത്തി കൊണ്ട് അയാളുടെ നെഞ്ചിൽ കുത്താനായി പോയെങ്കിലും അയാൾ പെട്ടെന്ന് മാറിക്കളഞ്ഞു. പകരം ആ കുത്ത് കൊണ്ടത് ദേവദത്തിന് പുകർ നിൽക്കുന്ന അയാളുടെ ഗുണ്ടയുടെ ശരീരത്തിലായിരുന്നു. അയാൾക്ക് മുറിവ് പറ്റിയെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് സ്വന്തം ഹൃദയത്തിൽ നിന്നും കത്തി വലിച്ചൂരി സുന്ദരന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. അയാളുടെ വേദന ശമിക്കുവോളം ആ കത്തി സുന്ദരന്റെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ടിരുന്നു. ദേവദത്തനും രാമാനന്ദനും നിറഞ്ഞ പുഞ്ചിരിയോടെ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി. അയാളുടെ ജീവനും നഷ്ടമായി എന്ന് ഉറപ്പാക്കിയ ശേഷം മറ്റുള്ളവരും പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ കതകുമടച്ച് പുറത്തേക്കിറങ്ങി മുറ്റത്ത് നിൽക്കുന്ന കാറിൽ കയറി. എന്തായടാ, ആ നശിച്ച പെണ്ണിന്റെ കഥ കഴിഞ്ഞോ? നന്നായിട്ട് നോക്കിയിരുന്ന നിങ്ങള്? കാറിന്റെ മുൻ സീറ്റിലിരുന്നുകൊണ്ട് ദേവദത്തൻ ചോദിച്ചു. ആ മുതലാളി, അവളുടെ മാത്രമല്ല അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ജീവൻ പോയിട്ടുണ്ട്. അയാൾ ഒരു ദയയുമില്ലാതെ പറഞ്ഞു. അതേതായാലും നന്നായി. അവളെപ്പോലെ ഒരു എരണം കെട്ടവൾക്ക് ജീവൻ നൽകിയതിന് അവർക്കുള്ള ശിക്ഷയാണത്. അവർ അത് ഇരന്നു വാങ്ങിയതാണ്. ദേവദത്തൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവർ പോകുമ്പോൾ ദുർഗ എല്ലാ പേപ്പറുകളുമായി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. വഴിയിൽ അവളെ കണ്ടതും ദേവദത്തനും രാമാനന്ദനും ഗ്ലാസ് തുറന്ന് അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ചു. അയാൾ അവളോട് പുഞ്ചിരിച്ചത് കണ്ടപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ദുർഗക്ക്. ഈശ്വര, ദേവൻ സാർ എന്നോട് ചിരിക്കേ. അഭി പറഞ്ഞതുപോലെ അവസാനം അദ്ദേഹം ഞങ്ങളുടെ ഇഷ്ടത്തിന് സമ്മതിച്ചോ? വീടിന്റെ അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നതെന്ന് തോന്നുന്നല്ലോ. അച്ഛനോട് ഞങ്ങളുടെ കാര്യം സംസാരിക്കാൻ പോയതായിരിക്കുമോ? സന്തോഷം കാരണം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ തുള്ളിച്ചാടിക്കൊണ്ട് വേഗം വീട്ടിലേക്കോടി. നേരെ വന്ന കോലായിന്റെ വാതിൽ തുറന്ന് അവൾ കണ്ടത് ചോരയിൽ കുതിർന്ന് ജീവനറ്റ് കിടക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും സഹോദരരുടെയും ശരീരങ്ങളാണ്. ദേവുവിനൊരു നിമിഷം അവൾ കാണുന്നത് സത്യമാണെന്ന് തോന്നിപ്പോയി. നിന്നിടത്ത് നിന്നും ഒന്ന് അനങ്ങാൻ പോലും അവൾക്ക് സാധിച്ചില്ല. അവൾ ആ വാതിലിൽ നിന്നുകൊണ്ട് ഭ്രാന്തമായി അലറി. പെട്ടെന്നാണ് ദേവുവിന്റെ കൈകൾ പതിയെ ചലിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേവു! കാലുകളുടെ തളർച്ച കാരണം അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവൾ ഇഴഞ്ഞുകൊണ്ട് തന്നെ ദേവുവിന്റെ അരികിലേക്ക് പോയി. ദേവു, ദേവു, കണ്ണു തുറക്ക്. എന്നെ തനിച്ചാക്കി പോവല്ലേ, പ്ലീസ് ദേവു. ദുർഗ ദേവുവിന്റെ തല മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ദേവദത്തൻ അയാളാ. അത്രമാത്രം പറഞ്ഞപ്പോഴേക്കും അവളുടെ ശരീരത്തിലെ അവസാന തുടിപ്പും നിലച്ചു. ദേവു, അച്ഛാ, എഴുന്നേൽക്ക് അച്ഛാ. ദേവു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് അലമുറയിട്ട് കരഞ്ഞു. പെടുന്നനെ ഭൂമിയിലെ വേണ്ടപ്പെട്ടവരെല്ലാം ഇല്ലാതെയായി പോയവളുടെ നിസ്സഹായത അവളുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു.
താൻ കാരണമാണല്ലോ അവർക്ക് ഈ ഗതി വന്നതെന്ന് കൂടി ഓർത്തപ്പോ ഇനി ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹത തനിക്കില്ല എന്ന് ദുർഗക്ക് തോന്നി. അവൾ അച്ഛന്റെ അടുത്ത് കിടക്കുന്ന കത്തി കൈകളിലെടുത്ത് ഹൃദയഭാഗത്തേക്ക് അടുപ്പിച്ചു. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധം പോയിരുന്നു. ദേവദത്തൻ പിന്നെ നേരെ പോയത് കോളേജിൽ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയ അഭിയുടെ അടുത്തേക്കാണ്. അവൻ കടയിൽ നിന്നും ഇറങ്ങുന്നത് വരെ അയാൾ കാറുമായി പുറത്ത് കാത്തിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന അവന്റെ ഹെൽമറ്റ് എടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ കൂട്ടത്തിലെ ഒരാൾ അതെടുത്ത് മാറ്റിയിരുന്നു. അല്പസമയത്തിനു ശേഷം അഭി പുറത്തേക്കിറങ്ങി. വാങ്ങിയ സാധനങ്ങളെല്ലാം ബൈക്കിൽ വെച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കി. ഹെൽമറ്റ് വെക്കാൻ നോക്കിയപ്പോഴാണ് അത് അവിടെ ഇല്ല എന്ന് അവന് മനസ്സിലായത്. അവൻ പിന്നെയും ബൈക്കിൽ നിന്നും ഇറങ്ങി ആ പരിസരത്തൊക്കെ നോക്കി. പക്ഷെ കണ്ടില്ല. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുമെന്ന് വിചാരിച്ച് അവൻ ബൈക്കിൽ തന്നെ കയറി. അവരും അവന്റെ പിറകിൽ പോയി. അഭി ബൈക്കിൽ നിന്നും തെറിച്ചു വീഴുന്ന രീതിയിൽ ഇടിക്കാൻ ഡ്രൈവറോട് ദേവദത്തൻ ആവശ്യപ്പെട്ടു. അയാൾ അത് ചെയ്യുകയും ചെയ്തു. അഭിയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ഭയം ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നെങ്കിലും അയാൾ ശ്രദ്ധയോടെ ആ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോയി. അയാൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. കാർ ബൈക്കിൽ പോയി ഇടിച്ചതും അഭി റോഡിലേക്ക് തെറിച്ചു വീണു. ഹെൽമറ്റ് ഇല്ലാത്തത് കാരണം ഇടിയുടെ ആഘാതത്തിൽ അവന്റെ ബോധം പോയി. ആളുകൾ കൂടിയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവർ അഭിയെ കാറിൽ കയറ്റി ദേവദത്തന് പിടിപാടുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് തന്നെ അവർ അവനെ ഒബ്സർവേഷൻ റൂമിൽ കിടത്തി. ദേവദത്തൻ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഡോക്ടർ വന്ന് അവന്റെ ഓർമ്മ നശിക്കാനുള്ള ഒരു സിറിഞ്ച് ശരീരത്തിൽ കയറ്റി. സ്വന്തം അഭിമാനത്തെക്കാളും പൊങ്ങച്ചത്തേക്കാളും വലുതല്ലായിരുന്നു അയാൾക്ക് മറ്റൊന്നും. 2 ദിവസങ്ങൾക്ക് ശേഷം ദുർഗ കണ്ണുകൾ പതുക്കെ തുറന്നു. മുകളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാനാണ് അവൾ കണ്ടത്. കണ്ണുകൾ പൂർണ്ണമായും തുറക്കാൻ അവൾക്ക് സാധിച്ചില്ല. കൺപോളകളുടെ മുകളിൽ കല്ലെടുത്തു വെച്ചതുപോലെയുള്ള ഭാരം തോന്നി. ഏറെ പാടുപെട്ടുകൊണ്ട് അവൾ കണ്ണുകൾ പതിയെ തുറന്ന് ചുറ്റുപാടും നോക്കി. താനൊരു ഹോസ്പിറ്റൽ റൂമിലാണ് കിടക്കുന്നതെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾക്കറിയുന്ന ആരും തന്നെ അവിടെയില്ല. പെടുന്നതിന് ദേവുവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും എല്ലാം ജീവനറ്റ് കിടക്കുന്ന ശരീരങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ ആർത്തു കരഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കുറച്ച് സിസ്റ്റർമാർ വന്ന് അവളെ പിടിച്ച് കട്ടിലിൽ തന്നെ കിടത്തി. ബി കെയർഫുൾ. ഒരു വലിയ ട്രോമ കഴിഞ്ഞാണ് ആ കുട്ടി കിടക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയമെടുക്കും. അവിടെയുണ്ടായിരുന്ന ഡോക്ടർ സിസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകി. ദുർഗയുടെ രൂപം ഒരു ഭ്രാന്തിയുടേതായി മാറിയിരുന്നു. എന്നെ വിട്, എനിക്ക് വീട്ടിലേക്ക് പോകണം. എന്റെ അച്ഛനും അമ്മയും ദേവു എന്നോട് കാത്തിരിക്കുന്നുണ്ടാവും. എന്നെ വിട്. അവൾ അതും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു. ദുർഗ. കുറെ സമയത്തിനു ശേഷം പരിചയമുള്ളൊരു ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. രാജു ആയിരുന്നു അത്. രാജു. എല്ലാരും പോയടാ. എന്നെ തനിച്ചാക്കി എല്ലാരും പോയി. എന്നെ ഒന്ന് അബിയുടെ അടുത്ത് കൊണ്ടുപോ. അവൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ലോകത്ത്. എന്തിനാണ് ദുർഗ? അവന് നിന്നെ അറിയില്ല. നിന്നെ എന്നല്ല, ആരെയും അറിയില്ല. എല്ലാവരെയും അവൻ മറന്നുപോയി. മറന്നുപോയെന്നോ? ആരെ മറന്നാലും അവൻ എന്നെ മറക്കാൻ കഴിയില്ല രാജു. 2 ദിവസം മുന്നേ അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിൽ അവന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. കളിക്കൂട്ടുകാരനായ എന്നെപ്പോലും അവൻ തിരിച്ചറിയുന്നില്ല. ഹോസ്പിറ്റലിൽ അവനെ കാണാൻ പോയ എന്നോട് അവൻ ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്നാ. സ്വന്തം അമ്മയെ പോലും അവൻ തിരിച്ചറിയുന്നില്ല എന്നത് ആ അമ്മ എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു. എല്ലാം ദേവദത്തന്റെ കളികളാ. എന്റെ വീട്ടിലേക്കും വന്നിരുന്നു അയാള്. 2 ദിവസത്തെ സമയമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിനുള്ളിൽ ഇവിടെ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവാൻ. ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ വിധി തന്നെയായിരിക്കും ഞങ്ങളുടേതെന്ന്. അനുസരിക്കാതെ വേറെ വഴിയില്ല. അത്രക്കും ക്രൂരനാണ് അയാള്. നീയും അവനുമായുള്ള പ്രണയം അറിയുന്ന ഈ ലോകത്ത് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ ജീവൻ അയാൾ ബാക്കി തന്ന തന്നെ എന്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. രാജു, എന്റെ അച്ഛനും അമ്മയും ദേവും അവർ അവിടെ കിടന്ന് പുഴുവരിച്ചു ഈശ്വര. ദുർഗ തേങ്ങി. ഇന്നലെ വീടിനകത്ത് നിന്നും ഒരു മണം വന്നു തുടങ്ങിയപ്പോഴാ അയൽപക്കക്കാർ വാതിൽ പൊളിച്ച് നിങ്ങളുടെ വീടിനകത്തേക്ക് കയറിയത്. നിനക്ക് മാത്രം പാതി ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവർ തന്നെയാണ് നിന്നെ ഇവിടെ എത്തിച്ചതും. 3 മൃതദേഹങ്ങളും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങളുടെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒന്നും അറിയാത്തവനെ പോലെ സഹതാപം നടിച്ച് മുന്നിൽ നിന്നത് ദേവദത്തൻ തന്നെയാണ്. ദുഷ്ടൻ. അവരുടെ സംസ്കാരം നടത്താൻ സ്വന്തം ഭൂമി വിട്ടുതന്നു എന്നതിന്റെ പേരിൽ എല്ലാവരും പ്രശംസിക്കുകയായിരുന്നു അയാളെ. ഇത്രയും ക്രൂരമായൊരു കൂട്ടക്കൊല നടന്നിട്ട് പോലീസുകാർ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിയമവും നീതിയും എല്ലാം അയാൾക്കൊപ്പമാണ്. എല്ലാം അയാൾ പണം കൊടുത്ത് കൈക്കലാക്കി വെച്ചിരിക്കുക. അയാൾ എന്തിനാ അവരോട് ഇങ്ങനെയൊരു ക്രൂരത ചെയ്തത്?
എന്നെ എന്നെ മാത്രം കൊന്നാ മതിയായിരുന്നില്ലേ? എന്റെ കുടുംബത്തേക്കാൾ വലുതല്ലായിരുന്നല്ലോ എനിക്കെന്റെ പ്രണയം. എന്റെ കുടുംബത്തിന് ഭീഷണിയാണ് എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോയേനല്ലോ. അവരെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും സ്വന്തമാക്കണ്ടായിരുന്നല്ലോ. നീയാണെന്ന് കരുതിയിട്ടാ അവർ ദേവുവിനെ ആക്രമിച്ചത്. അത് കണ്ടു നിൽക്കാൻ കഴിയാതെ പ്രതികരിച്ച സുന്ദരൻ അങ്കിളിന്റെയും ജീവൻ അവരെടുത്തു. ലതാന്റെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാ മരിച്ചേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മെഡിക്കൽ കോളേജ്. അവൻ രഹസ്യമായി പറഞ്ഞു തന്നത് ഈ വിവരങ്ങളൊക്കെ. പാവം, എന്റെ ദേവുവിന്റെ ഹൃദയത്തിൽ 10ലേറെ തവണ കത്തി കുത്തിയിറക്കിയിട്ടുണ്ട് ദുഷ്ടന്മാര്. ഈശ്വര, ഞാൻ കാരണം. നിനക്കിപ്പോ ബോധം വന്ന നീ ദേവുവിന്റെ പേര് പറയുന്നത് വരെ ഞാനും വിചാരിച്ചിരുന്നത് മരിച്ചത് ദുർഗയാണെന്നാ. ദേവുവായിരിക്കുമെന്ന് കരുതിയിട്ടാ എന്റെ കൂടെ കൊണ്ടുപോവാൻ ഞാൻ ഇവിടെ തന്നെ കാത്തു നിന്നത്. രാജുവിന്റെ ഉള്ളിൽ ദേവുവിനോട് നിറഞ്ഞു നിന്നിരുന്ന സ്നേഹം അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ദേവുവിനെ നഷ്ടപ്പെട്ടതോർത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ട്. ഇനി ഞാൻ മാത്രം എന്തിനാ ജീവിക്കുന്നേ? എന്നെ കൂടെ അവരോടൊന്ന് കൊന്നു തരാൻ പറയുക ആ ദേവദത്തനോട്. നീ അങ്ങനെ വെറുതെ മരിച്ചുപോയാ പിന്നെ അവർക്കാല നീതി വാങ്ങിക്കൊടുക്ക. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും ജീവന് നിനക്ക് യാതൊരു വിലയുമില്ലേ? ഒരു ദയവില്ലാതെ അവരുടെ ജീവനെടുത്ത നാരാധപന്മാർക്കെതിരെ നീ ഒന്നും ചെയ്തില്ല എങ്കിൽ പിന്നെ നീ അവരുടെ മകളായതിൽ എന്ത് അർത്ഥമാണുള്ളത്? അവന്റെ വാക്കുകൾ കേട്ടതും സങ്കടം അലയടിച്ചു നിന്നിരുന്ന അവളുടെ ഹൃദയത്തിൽ പ്രതികാരത്തിന്റെ കനലുയർന്നു. തന്റെ കുടുംബം നശിപ്പിച്ചവരെ ഇല്ലാതാക്കിയിട്ടേ അവൾ ഈ ലോകത്തോട് വിട പറയുകയുള്ളൂ എന്ന് ദുർഗ ഉറപ്പിച്ചു. നീ എവിടേക്കാ പോവാ? അറിയില്ല. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ പോര്. ഞങ്ങളിപ്പോ അമ്മ തറവാടുണ്ട് തിരുവനന്തപുരത്ത്, അവിടെയാ നിൽക്കുന്നേ. ആ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനുള്ള എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അങ്ങനെ അവൻ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു. കാരണം പകൽ സമയം അവളെയും കൊണ്ടുപോയാൽ അത് ദേവദത്തൻ അറിയുമെന്ന് രാജുവിന് ഉറപ്പായിരുന്നു. അന്ന് രാത്രി തന്നെ അവളെയും കൂട്ടി രാജു ഹോസ്പിറ്റലിൽ നിന്നും പോയി. തുടരും.